പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 വീഡിയോസും നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും, നോട്ട് എഴുതി കാണുമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 5ാമത്തെ പാർട്ടിലേക്ക് പോകാം. റിലേഷൻസിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ. If ordered pair A be element of R, then we write A R B and reads as A related to B by the relation capital R. ഒരു പുതിയ നൊട്ടേഷൻ നമ്മൾ പരിചയപ്പെടുകയാണ്. R എന്ന് പറയുന്നത് റിലേഷൻ ഓൺ എ ആണ്. അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാം. R ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ R ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. ഓർഡേഡ് പേർ എ ബി ആറിലുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ കുറച്ചുകൂടെ ചുരുക്കി ഇങ്ങനെ എഴുതും, എ ആർ ബി എന്ന് എഴുതും. ഇത് വായിക്കേണ്ടത് എ റിലേറ്റഡ് ടു ബി ബൈ ദ റിലേഷൻ ആർ എന്നാണ് വായിക്കേണ്ടത്. ഓർഡേഡ് പേർ എ ബി ആറിലുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടെ ബ്രീഫായിട്ട് ഇങ്ങനെ എഴുതും, എ ആർ ബി. ഇത് വായിക്കേണ്ടത് എ റിലേറ്റഡ് ടു ബി ബൈ ദ റിലേഷൻ ആർ. ഉദാഹരണം, എ എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3 4. ആർ എന്ന റിലേഷൻ ഇതാണെന്നിരിക്കട്ടെ, റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 2 2 3 3 4. ഇവിടെ ആർ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഓർഡേഡ് പെയർ 1 2 ആറിലുണ്ട്. അതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 1 റിലേറ്റഡ് ടു 2. വി ക്യാൻ സേ 1 റിലേറ്റഡ് ടു 2. ഓർഡേഡ് പെയർ 2 3 ആറിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാര്യം കുറച്ചുകൂടെ ബ്രീഫായിട്ട് എഴുതാം, 2 റിലേറ്റഡ് ടു 3, 2 R3 എന്ന് എഴുതാം. ഓർഡേഡ് പേർ 3 4 ആറിലുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമുക്ക് കുറച്ചുകൂടെ ചുരുക്കി ഇങ്ങനെ എഴുതാം, 3 R4. ഇത് വായിക്കേണ്ടത് 3 റിലേറ്റഡ് ടു 4 ബൈ ദ റിലേഷൻ ആർ. ഇനി നമുക്ക് ഈ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ഇസെഡ് ഡിഫൈൻഡ് ബൈ എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു കെ ഇൻറ്റു വൈ ഫോർ സം ഇൻറ്റിജർ കെ. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഇവിടെ ആർ എന്ന റിലേഷൻ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി ഇങ്ങനെയാണ്, എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു കെ ഇൻറ്റു വൈ ഫോർ സം ഇൻറ്റിജർ കെ. ഈ ആർ എന്ന റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യം തന്നിരിക്കുന്ന റിലേഷൻ നമ്മൾ എടുത്തെഴുതുന്നു. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ഇസെഡ് ഡിഫൈൻഡ് ബൈ എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് x is equal to 2 raised to k into y for some integer k. x related to y if and only if x is equal to 2 raised to k into y for some integer k. ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഇതാണ്. എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ എന്നാണ്. എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ. അതിൻ്റെ അർത്ഥം എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആയിരിക്കും. അതുപോലെ തിരിച്ച് എക്സ് സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആണെങ്കിൽ എക്സ് വൈ ആറിലുണ്ടാവും. ഇപ്പോൾ റിലേഷനിൽ വരുന്ന ഓർഡേഡ് പേഴ്സിനെ കുറിച്ച് നമുക്ക് ധാരണയായി. ഇപ്പോൾ 12നെ നമുക്ക് 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു 3 എന്ന് എഴുതാം. 12നെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു 3 എന്ന് എഴുതാം. അതുകൊണ്ട് 12 3 എന്ന് പറയുന്നത് 6 എന്ന റിലേഷനകത്ത് വരും. അതുപോലെ 8നെ നമുക്ക് 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു 1 എന്ന് എഴുതാം. 8നെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ, ആ ഇൻറ്റിജർ ഇവിടെ 3 ആണ്, ഇൻറ്റു 1 എന്ന് എഴുതാം. അതുകൊണ്ട് 8 1 എന്ന് പറയുന്ന ഓർഡേഡ് പേർ ആറിലുണ്ടാവും. ആറിൽ വരുന്ന 1-2 ഓർഡേഡ് പേഴ്സ് ഞാനിവിടെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആർ എന്ന റിലേഷൻ്റെ പ്രത്യേകത ഇതാണ്. ഓർഡേഡ് പേർ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആയിരിക്കും. അതുപോലെ എക്സ് സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആണെങ്കിൽ എക്സ് വൈ ആറിലുണ്ടാവും. നമുക്ക് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്തുവാ? ഇസഡിനകത്ത് ഏത് എലമെൻ്റ് എക്സ് എടുത്താലും എക്സ് എക്സ് ആറിലുണ്ടാവണം. നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിൽ എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുക്കുന്നു. ഇസഡ് എന്ന സെറ്റിൽ ആർബിട്രറി ആയിട്ട് നമ്മളൊരു എലമെൻ്റ് എക്സ് എടുക്കുന്നു. എക്സ് ഏത് ഇൻറ്റിജർ വേണേലും ആകാം. എക്സിനെ നമുക്ക് 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ആ ഇൻറ്റിജർ ഇവിടെ 0 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. എക്സിനെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതുകൊണ്ട് എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ആ ഇൻറ്റിജർ ഇവിടെ നമ്മൾ 0 എന്ന് ചൂസ് ചെയ്താൽ മതി. എക്സിനെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇൻറ്റിജർ നമ്മൾ 0 ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണ്. അതുകൊണ്ട് ആർ എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്.
ഇനി ആർ എന്ന റിലേഷൻ നമുക്ക് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ, എക്സ് വൈ ആറിലുണ്ട് എന്നിരിക്കട്ടെ. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു കെ ഇൻറ്റു വൈ ഫോർ സം ഇൻറ്റിജർ കെ. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബൈ 2 റൈസ് ടു കെ സമം വൈ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് വൈ സമം എക്സ് ബൈ 2 റൈസ് ടു കെ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് വൈ സമം ഈ ബൈ 2 റൈസ് ടു കെ എന്നുള്ള നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 റൈസ് ടു മൈനസ് കെ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കെ ഇൻറ്റിജർ ആയതുകൊണ്ട് മൈനസ് കെയും ഇൻറ്റിജറാണ്. അപ്പോൾ വൈയെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ കഴിഞ്ഞു. വൈയെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ കഴിഞ്ഞു. അതുകൊണ്ട് വൈ എക്സ് എന്ന് പറയുന്നത് ആറിലുണ്ടാവും. അപ്പോൾ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ വൈ എക്സും ആറിലുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷനാണ്. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യാം. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആൻഡ് വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ. എക്സ് വൈ ആറിലുള്ളതുകൊണ്ട് എക്സ് സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു വൈ ആയിരിക്കും. ആ ഇൻറ്റിജർ ഞാൻ K1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. വൈ ഇസഡ് ആറിലുള്ളത് കൊണ്ട് വൈ സമം 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു ഇസഡ് ആയിരിക്കും. അവിടെ ഇൻറ്റിജറിനെ ഞാൻ K2 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് എക്സ്, ഇവിടെ വൈയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് സമം 2 റൈസ് ടു K1 ഇൻറ്റു വൈക്ക് പകരം 2 റൈസ് ടു K2 ഇൻറ്റു ഇസഡ് എന്ന് കൊടുക്കാം. വൈക്ക് പകരം 2 റൈസ് ടു K2 ഇൻറ്റു ഇസഡ് എന്ന് കൊടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് സമം 2 റൈസ് ടു K1 പ്ലസ് K2 ഇൻറ്റു ഇസഡ്. ദാറ്റ് ഇംപ്ലൈസ് അപ്പോൾ എക്സിനെ 2 റൈസ് ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു ഇസഡ് എന്ന് എഴുതാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ഇസഡ് എലമെന്റ് ഓഫ് ആർ ആണ്. ദെയർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ എക്സ് വൈ ആറിൽ വരികയും വൈ ഇസഡ് ആറിൽ വരികയും ചെയ്താൽ ഉറപ്പായിട്ടും എക്സ് ഇസഡും ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ആർ എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ആർ ഒരു ഈക്വലൻസ് റിലേഷനാണ്. നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Let S be the set of all real numbers and R be a relation on S defined by X related to Y if and only if 1 plus XY greater than 0. Examine whether R is reflexive, symmetric and transitive. ഇവിടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന് നമ്മൾ എസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു റിലേഷൻ ആർ എന്ന് പേര് കൊടുത്തിരിക്കുന്നതുകൊണ്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന് നമ്മൾ എസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ലെറ്റ് എസ് ചോദ്യത്തിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ എസ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ആർ ഈസ് എ റിലേഷൻ ഓൺ എസ്. ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി ഇങ്ങനെയാണ്: എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1 പ്ലസ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എടുത്തെഴുതുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. തന്നിരിക്കുന്ന എഴുതുക: ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ എസ് ഡിഫൈൻഡ് ബൈ എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1 പ്ലസ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഇതാണ്. എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എക്സ് വൈ എലമെന്റ് ഓഫ് ആർ എന്നാണ്. അപ്പോൾ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് വൈ ആറിലുണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പേഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണയായി. എക്സ് വൈ ആറിലുണ്ടെങ്കിൽ 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആയിരിക്കും. 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് വൈ ആറിലുണ്ടാവും. നമുക്ക് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എസ് എന്ന് പറഞ്ഞ സെറ്റിലാണ്. എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എസ്സിൽ നമ്മളൊരു എലമെൻറ്റ് എക്സ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എസ്. നമുക്ക് പറയാം 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ്. 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അത് പോസിറ്റീവ് ആണ്. അപ്പോൾ 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ ആണ്. ഇപ്പോൾ 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ എസ് എന്ന സെറ്റിൽ ഏത് എലമെൻ്റ് എടുത്താലും, ഏത് എലമെൻ്റ് എക്സ് എടുത്താലും എക്സ് എക്സ് ആറിലുണ്ട്. അതുകൊണ്ട് റിലേഷൻ റിഫ്ലക്സീവ് ആണ്. ഇനി നമുക്ക് സിമെട്രിക് ആണെന്ന് തെളിയിക്കാം. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ. ദാറ്റ് ഇംപ്ലൈസ് 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ്. ദാറ്റ് ഇംപ്ലൈസ് 1 പ്ലസ് വൈ എക്സ് പോസിറ്റീവ്. 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും 1 പ്ലസ് വൈ എക്സും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ വൈ എക്സ് എലമെന്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് സിമെട്രിക്. ഇപ്പോൾ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ ഉറപ്പാണ് വൈ എക്സും ആറിലുണ്ടാവും. ഇപ്പോൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. ലെറ്റ് എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആൻഡ് വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ. That implies 1 plus xy greater than 0 and 1 plus yz greater than 0. 1 plus xy പോസിറ്റീവ് 1 plus yz പോസിറ്റീവ് ആണെങ്കിൽ 1 plus xz പോസിറ്റീവ് ആവണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണം, ഇപ്പോൾ എക്സ് ഹാഫ് ആണെന്നിരിക്കട്ടെ, y 1/10 ആണെന്നിരിക്കട്ടെ, z -2 ആണെന്നിരിക്കട്ടെ. ഇവിടെ 1 plus xy പോസിറ്റീവ് ആവും,
1 പ്ലസ് വൈ സെഡും പോസിറ്റീവ് ആവും, പക്ഷേ 1 പ്ലസ് എക്സ് സെഡ് കണ്ടാൽ നമുക്കൊരു നെഗറ്റീവ് സംഖ്യയെ കിട്ടും. അതുകൊണ്ട് 1 പ്ലസ് എക്സ് വൈ പോസിറ്റീവ് ആണ്, 1 പ്ലസ് വൈ സെഡ് പോസിറ്റീവ് ആണ് എന്നതുകൊണ്ട് 1 പ്ലസ് എക്സ് സെഡ് പോസിറ്റീവ് ആവണം എന്നില്ല. അതിനുള്ള കൗണ്ടർ എക്സാമ്പിളാണ് ഞാൻ സൈഡിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് സെഡ് നീഡ് നോട്ട് ബി ഇൻ ആർ, എക്സ് സെഡ് ആറിൽ ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, therefore R is not transitive. R ട്രാൻസിറ്റീവ് അല്ല. നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. Let A is equal to set 1, 2, 3 and R is equal to null set. Examine whether R is reflexive, symmetric and transitive. ഇവിടെ എ എന്ന സെറ്റിനകത്ത് 3 എലമെൻറ്റുകളേ ഉള്ളൂ. ആർ എന്ന് പറയുന്നത് ഒരു എം ടി സെറ്റാണ്. അതുകൊണ്ട് ആർ തീർച്ചയായിട്ടും എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ എന്നാണ് വിളിച്ചത്. ഇപ്പോൾ എം ടി റിലേഷൻ ഓൺ എ ആണ് തന്നിരിക്കുന്നത്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് എടുത്തെഴുതാം. ലെറ്റ് എ സമം സെറ്റ് 1, 2, 3 ആൻഡ് ആർ ഈക്വൽസ് 5. നൾ സെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എം ടി റിലേഷൻ ഓൺ എ ആണ്. റിലേഷൻ റിഫ്ലെക്സീവ് ആണോ നോക്കാം. എയിലെ 1 എടുത്താൽ 1, 1 ആറിലുണ്ടാവണം, 2, 2 ആറിലുണ്ടാവണം, 3, 3 ആറിലുണ്ടാവണം. എങ്കിലേ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റൂ. ഇവിടെ 1, 1 പോലും ആറിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. 1, 1 ആറിലില്ല. അതുകൊണ്ട് ആർ റിഫ്ലെക്സീവ് അല്ല. ഇനി ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല എന്ന് പറയണമെങ്കിൽ ഒരു ഓഡയുടെ പേർ എ ബി ആറിലുണ്ടാവണം, പക്ഷേ ബി എ ആറിൽ വരരുത്. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിമെട്രിക് അല്ല എന്ന് പറയാൻ കഴിയൂ. സിമെട്രിക് അല്ല എന്ന് പറയണമെങ്കിൽ ഒരു ഓഡയുടെ പേർ എ ബി ആറിൽ വരണം, പക്ഷേ ബി എ ആറിൽ കാണരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ നമുക്കിത് സിമെട്രിക് അല്ല എന്ന് പറയാൻ പറ്റൂ. ഇവിടെ അങ്ങനെ ഒരു കേസ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആർ എന്ന റിലേഷൻ സിമെട്രിക് ആണ്. അല്ലെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് റിലേഷൻ സിമെട്രിക് ആണ്. ഇത് മാത്തമാറ്റിക്കൽ ലോജിക് അങ്ങനെയാണ് പോകുന്നത്. സിമെട്രിക് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഇവിടെ അല്ല എന്നത് തെറ്റാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സിമെട്രിക് ആണ്. ഇത് തന്നെയാണ് ട്രാൻസിറ്റിവിറ്റിയുടെയും കാര്യത്തിൽ. എം ടി റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. കാരണം ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയണമെങ്കിൽ ഒരു കേസെങ്കിലും വേണം. എ ബി ആറിൽ വരുന്നു, ബി സി ആറിൽ വരുന്നു, പക്ഷേ എ സി ആറിൽ ഇല്ലാത്ത ഒരു കേസ് നമുക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എം ടി റിലേഷൻ എന്ന് പറയുന്നത് അത് റിഫ്ലെക്സീവ് അല്ല, പക്ഷേ സിമെട്രിക് ആണ്, അതുപോലെ ട്രാൻസിറ്റീവും ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Let A സമം set 1, 2, 3, 4 and R is equal to set consisting of ordered pair 1, 2. Examine whether R is reflexive, symmetric and transitive. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് നമ്മൾ എഴുതുന്നു. എ സമം സെറ്റ് 1, 2, 3, 4 ആണ്. ആർ എന്ന് പറയുന്നത് 1, 2 മാത്രം വരുന്ന റിലേഷനാണ്. ഈ റിലേഷനകത്ത് ഒറ്റ ഓഡയുടെ പേർ മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 1, 1 ആറിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സിമെട്രിക് റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1, 1, 2, 2, 3, 3, 4, 4 ആറിലുണ്ടാവണം. എങ്കിലേ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റൂ. ഇവിടെ 1, 1 പോലും ആറിൽ വരുന്നില്ല. അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. ഇനി 1, 2 ആറിലുണ്ട്, പക്ഷേ 2, 1 ആറിലില്ല. അതുകൊണ്ട് സിമെട്രിക്കും അല്ല. 1, 2 ആറിലുണ്ട്, പക്ഷേ 2, 1 ആറിലില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയണമെങ്കിൽ ഒരു കേസെങ്കിലും വേണം. എ ബി ആറിൽ വരുന്നു, ബി സി ആറിൽ വരുന്നു, പക്ഷേ എ സി ആറിൽ വരുന്നില്ല. അങ്ങനെ ഒരു കേസെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു കേസ് ഇല്ലാത്തത് കൊണ്ട് ഇത് നോട്ട് ട്രാൻസിറ്റീവ് എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ റിലേഷൻ ക്ലിയർലി ട്രാൻസിറ്റീവ് ആണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് അടുത്ത ഭാഗം ഒരു ഡെഫിനിഷനാണ് ആൻറ്റി-സിമെട്രിക് റിലേഷൻ. A relation capital R on a set A is said to be anti-symmetric if AB element of R and BA element of R implies A is equal to B. ഇതാണ് ആൻറ്റി-സിമെട്രിക് റിലേഷൻ്റെ ഡെഫിനിഷൻ. A relation capital R on a set A is said to be anti-symmetric if AB element of R and BA element of R implies A is equal to B. എ ബി ആറിൽ വരികയും ബി എ ആറിൽ വരികയും ചെയ്താൽ എ സമം ബി ആയിരിക്കണം. അത്തരമൊരു റിലേഷനെയാണ് നമ്മൾ ആൻറ്റി-സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ക്യാപിറ്റൽ എൻ ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഫോൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ കോമ ബി എലമെന്റ് ഓഫ് എൻ.
സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റിലേഷൻ പരിഗണിക്കുക. നമുക്ക് ഈ റിലേഷൻ ഒരു ആൻറ്റി സിമെട്രിക് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. Let A be element of R and BA element of R. Let A be element of R and BA element of R. A B R ഉണ്ടെന്നിരിക്കട്ടെ, BA യും R ഉണ്ടെന്നിരിക്കട്ടെ. That implies A less than or equal to B and B less than or equal to A. A less than or equal to B and B less than or equal to A ആണെങ്കിൽ തീർച്ചയായിട്ടും A സമം B ആയിരിക്കും. അതുകൊണ്ട് R ഒരു ആൻറ്റി സിമെട്രിക് റിലേഷൻ ആണ്. ആൻറ്റി സിമെട്രിക് റിലേഷൻ ആണ്. അപ്പോൾ ആൻറ്റി സിമെട്രിക് റിലേഷൻ ആൻറ്റി സിമെട്രിക് എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: എ ബി ആറിൽ വരികയും ബി എ ആറിൽ വരികയും ചെയ്താൽ എ സമം ബി ആയിരിക്കണം. ഈ കോണ്ടെക്സ്റ്റിൽ എ ബി ആറിൽ വരികയും ബി എ ആറിൽ വരികയും ചെയ്താൽ ഉറപ്പാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം എ സമം ബി ആയിരിക്കും. അതുകൊണ്ട് ആർ ഒരു ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. ഈ ചാപ്റ്ററിനകത്തെ അടുത്ത ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. ഈക്വലൻസ് ക്ലാസ് ആണ് അടുത്ത ഡെഫിനിഷൻ. ഈക്വലൻസ് ക്ലാസ് ആണ്. ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ എ ആൻഡ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ ഈസ് ഡിനോട്ടഡ് ബൈ ദ ഐ സിമ്പിൾ ആണ്. നമുക്ക് ബോക്സ് എന്ന് വേണേൽ വായിക്കാം, ബോക്സ് എ. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ബോക്സ് എ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഓർഡേർഡ് ബൈ എക്സ് എ എലമെന്റ് ഓഫ് ആർ. എ ഒരു സെറ്റാണ്, ആർ എന്ന് പറയുന്നത് ഒരു ഈക്വലൻസ് റിലേഷൻ ഓൺ എ ആണ്. ഈക്വലൻസ് റിലേഷൻ ഓൺ എ ആണ്. ദാറ്റ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ക്യാപിറ്റൽ എയിൽ നമ്മൾ ഒരു എലമെന്റ് എ എടുക്കുന്നു. എ എന്ന എലമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസ്സിനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഇങ്ങനെയാണ്, ബോക്സ് എ എന്നാണ് സൂചിപ്പിക്കുന്നത്. ബോക്സ് എ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഓർഡേർഡ് ബൈ എക്സ് എ എലമെന്റ് ഓഫ് ആർ. സെക്കൻഡ് കമ്പോണൻറ്റ് എ വരുന്ന മുഴുവൻ ഓർഡേർഡ് പേരുകളുടെയും ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റിനെയാണ് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ എന്ന് പറയുന്നത്. ഓക്കെ, ആർ എന്ന റിലേഷനകത്തെ സെക്കൻഡ് കമ്പോണൻറ്റ് എ വരുന്ന മുഴുവൻ ഓർഡേർഡ് പേരുകളുടെയും ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എയോട് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ എലമെൻറ്റുകളുടെയും കൂടെ സെറ്റിനെയാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എയിലെ എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളുടെയും കൂടെ സെറ്റിനെയാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, എ എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ. എ സമ സെറ്റ് 1 2 3. ആർ എന്ന് പറയുന്നത് ഈ റിലേഷൻ ആണെന്നിരിക്കട്ടെ. റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 1 1 2 2 3 3. ഈ 3 ഓർഡേർഡ് പേഴ്സ് മാത്രം വരുന്ന റിലേഷൻ തീർച്ചയായിട്ടും ആർ ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്. ഞാൻ ഇതിൽ 1 എന്ന എലമെന്റ് എടുക്കുന്നു. 1 ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ബോക്സ് 1 എന്നാണ്. ബോക്സ് 1 എന്ന് പറയുമ്പോൾ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എയിലെ എലമെന്റ്സിന്റെ സെറ്റാണ്. ഇവിടെ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ളത് 1 മാത്രമാണ്. 1 1 ആറിലുണ്ട്. അതുകൊണ്ട് 1 റിലേറ്റഡ് ടു 1 ആണ്. അതുകൊണ്ട് 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1നകത്ത് 1 മാത്രമേ വരൂ. ഇനി എയിലെ 2 എടുക്കുകയാണെങ്കിൽ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 2 ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ബോക്സ് 2 എന്നാണ്. അതിനകത്ത് സെക്കൻഡ് കമ്പോണൻറ്റ് 2 വരുന്ന ഓർഡേർഡ് പേരുകളിലെ ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റാണ്. സെക്കൻഡ് കമ്പോണൻറ്റ് 2 വരുന്ന ഒറ്റ ഓർഡേർഡ് പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് സെറ്റ്, ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 2നകത്ത് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 2 ആണ്. കാരണം ഇവിടെ 2 മാത്രമേ 2നോട് റിലേറ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 2നകത്ത് 2 മാത്രമേ വരത്തുള്ളൂ. സെറ്റ് 2 ആണ്. അതുപോലെ എയ്ക്കകത്ത് 3 എന്ന എലമെന്റ് എടുക്കുന്നു. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 3 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന സിമ്പിൾ ബോക്സ് 3 ആണ്. ബോക്സ് 3കകത്ത് 3യോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകളുടെ സെറ്റാണ്. ഇവിടെ 3 മാത്രമേ റിലേറ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബോക്സ് 3കകത്ത് 3 മാത്രമേ വരൂ. അടുത്ത എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. എ സമം സെറ്റ് 1 2 3 ആൻഡ് ആർ ഈക്വൽസ് ദ റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഇവിടെ ഞാൻ ആർ എന്ന റിലേഷനകത്ത് എ ക്രോസ് എയിലെ എല്ലാ ഓർഡേർഡ് പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിലേഷനെ നമ്മൾ വിളിച്ച പേര് യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ്. ഇപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ തീർച്ചയായിട്ടും ഒരു ഈക്വലൻസ് റിലേഷനാണ്, നമുക്കറിയാം. അപ്പോൾ എ ഒരു സെറ്റാണ്. ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ എ ആണ്. ഇവിടെ 1 എന്ന എലമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ബോക്സ് 1 എന്നാണ്. ബോക്സ് 1നകത്ത് വരുന്നത് 1 സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പേരുകളുടെ ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റ്. 1 സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പേഴ്സ് 1 1, അതുപോലെ 2 1,
അതുപോലെ 3 1. അപ്പോൾ 1 സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന 3 ഓർഡേർഡ് പെയറുകളേ ഉള്ളൂ. ആ ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റാണ് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1 എന്ന് പറയുന്നത്. അതിവിടെ സെറ്റ് 1 2 3 ആണ്. അതുപോലെ 2 ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസ്സിനകത്തും 2നോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് കമ്പോണൻസിൻ്റെ സെറ്റ് അതും 1 2 3 തന്നെയാണ്. അതുപോലെ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 3 എന്ന് പറയുന്നതും സെറ്റ് 1 2 3 ആണ്. അപ്പോൾ ഈക്വലൻസ് ക്ലാസിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ ആൻ എലമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ എ. ഇഫ് എ കോമ ബി എലമെന്റ് ഓഫ് എ, ദെൻ either equivalence class determined by A, box A സമം ബോക്സ് ബി ഓർ ബോക്സ് എ ഇന്റർസെക്ഷൻ ബോക്സ് ബി സമം 5 ആയിരിക്കും. ഇത് ഓർത്തിരിക്കണം നിങ്ങൾ. ആ ഒരു ഈക്വലൻസ് റിലേഷൻ ഓൺ എ ആണ്. എയിലെ ഏത് 2 എലമെന്റ്സ് എയും ബി എടുത്താലും അവർ ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസുകൾ ഒന്നെങ്കിൽ തുല്യമായിരിക്കും അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അവർ ഡിറ്റർമിൻ ചെയ്യുന്ന ഈക്വലൻസ് ക്ലാസുകൾ ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 5 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേഷൻ എന്നുള്ള ഭാഗമാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫംഗ്ഷൻ എന്നുള്ള ഭാഗം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.